ഗായ്സ്, ഇന്നേ കുറേ പേര് നമ്മളത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. പക്ഷേ ഇത് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല, ഇതൊരു ഈവനിങ് വ്ളോഗായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് വ്ളോഗായിട്ട് നിങ്ങളിത് എടുത്താൽ മതി. ദേവക്കുട്ടി ഗംഗക്കുട്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും എവിടെയോ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെന്നൊരു തോന്നലുണ്ട് അല്ലേ? അതെ, നമ്മളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വലിയ ഗംഭീര സ്ഥലമാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും പോകാറുള്ള സ്ഥിരം സ്ഥലത്തേക്ക് തന്നെയാണ്. ദേവക്കുട്ടി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഗംഗക്കുട്ടിക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സഹായിക്കുകയാണ്. ഗംഗക്കുട്ടി കാർട്ടൂണൊക്കെ കണ്ട് അടിപൊളി. എന്തുവാ, പുതിയ മോഡലാണോ? ദേവക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഗംഗക്കുട്ടിയെ റെഡിയാക്കുകയാണ്. അപ്പം നമ്മൾ എവിടെ പോവാൻ പോവാ? നമ്മൾ ബീച്ചിൽ പോവാൻ പോവാ. ദേവക്കുട്ടി ഇത്തിരി അതൊന്ന് വിപുലീകരിച്ചു പറഞ്ഞു. കോവളം ബീച്ചിൽ നിന്ന് ഫുൾ പുട്ടിയൊക്കെ അടിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങി എന്തിനാ പോണേ? കടലിൽ ചാടാൻ, കടലിൽ കുളിക്കാൻ പോവാ. ഫുൾ ഗെറ്റപ്പില് കുട്ടീസ് 2 ബാക്കിൽ നിന്ന് റെഡി ആവാണ്. അപ്പം നമ്മൾ കോവളം ബീച്ചിലേക്ക് പോവാൻ പോവാണ്. തൊട്ടടുത്താണ്. നമുക്ക് എത്ര ദൂരം നമ്മളെ വീട്ടിൽ നിന്ന് കോവളം ബീച്ച് വരെ എത്താൻ എത്ര ദൂരം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ പോണ വഴിക്ക് പോകേണ്ട വഴി ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കൂടെ ഷൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. തൊട്ടടുത്താണ്, ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ കുറച്ച് ഈവനിങ് ആക്ടിവിറ്റീസ്, ഒരു നൈറ്റ് വരെ ഈവനിങ് ബ്ലോഗാണ്. നൈറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഈവനിങ് മാത്രം. ഓക്കെ, കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിൻ്റെ ഡോറൊക്കെ പൂട്ടിയിട്ട് നേരെ പോവാം. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ദേവക്കുട്ടൻ്റെ ഔട്ട്ഫിറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. മാലയൊക്കെ വാങ്ങിച്ചോണ്ട് ഇട്ടുകൊണ്ട് പോകണമെന്നൊന്നും എടുത്തിടരുത് കേട്ടല്ലോ. അപ്പം നമ്മള് ഗംഗക്കുട്ടി, ദേവക്കുട്ടി, ഞാൻ നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് എട്ടാ വഴി. ഇനി നമ്മുടെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുള്ള നമ്മുടെ തേരി നമുക്കിന്ന് കയറുകയല്ല, ഇറങ്ങിയാണ് വേണ്ടത്. എന്നെ കാണിച്ചു കൊടുക്കരുത്. വണ്ടി പറഞ്ഞ് ഒരു നമ്മുടെ മെയിൻ റോഡാണ്, ബീച്ചിലേക്ക് പോകുന്ന റോഡാണ്. പക്ഷെ ഗതി കണ്ടോ, ഫുൾ വേസ്റ്റ്. എത്രയൊക്കെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാലും നടക്കാത്തൊരു സംഭവമാണ് ഈ വേസ്റ്റിൻ്റെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേടി ഇവിടെ പരിപാടി. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ അമ്മയൊക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല, നേരെ ബീച്ചിലേക്കുള്ള വഴിയാണ്. ഫോൺ അടിച്ചായിട്ടല്ലേ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രം സ്ട്രെയിറ്റ്. ഈ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്, റിസോർട്ടിൻ്റെ പാർട്സുകളാണ്. അതായത് റൂം സ്റ്റേ, റിസോർട്ട് ഒക്കെ വരുന്ന ഏരിയയിലായിട്ട്. അതായത് നമ്മൾ മെയിൻ കോവളത്തിൻ്റെ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതല്ല, ഇതൊക്കെ ഓരോ റിസോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടുത്തെ പണ്ടേ ഉള്ളൊരു ഹോട്ടലാണ്, ഹോട്ടൽ പീക്കോക്ക്. പിന്നെ അവിടെ നിന്ന് നേരെ വരുമ്പോൾ ഇത് നമ്മുടെ പാർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാർക്കിംഗ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പാർക്കിംഗ് ഇതാണ് പാർക്കിംഗ്. ഗ്രീഷ്മ എത്താറായി, കുറച്ച് മാത്രമേ ഉള്ളൂ ദൂരം. എന്ത് വെച്ചോണ്ട് പോണേണ്ട അത്. ഇവിടെ നിന്ന് മൊത്തം കുഞ്ഞു വഴികളാണ് നമ്മൾ ബീച്ചിലേക്ക് പോകാൻ. പാർക്കിംഗ് അവിടെയാണ്, 2-3 പാർക്കിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇവിടെ നിന്ന് മൊത്തം ഇങ്ങനെ റിസോർട്ടുകളും ഹോട്ടൽസുകളാണ് മൊത്തം. ഇതൊരു ഹോട്ടലാണേ.
കുഞ്ഞു കുഞ്ഞു വഴികളാണ് ഇനി മൊത്തം. നമ്മൾ ബീച്ചിൽ എത്തിക്കഴിഞ്ഞ് വളരെ കുറച്ച് ദൂരം മാത്രം. ഇനി ഇതുപോലുള്ള കുറേ കർണാടകക്കാരുടെ ടെക്സ്റ്റൈൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്. ഇതുവഴിയും ബീച്ചിലേക്ക് പോകാം കേട്ടോ നമുക്ക്. കയ്യിലടിക്കണം. എന്നിട്ട് ഇതുവഴിയും പോവാം നമുക്ക് ബീച്ചിൽ. പക്ഷേ നമ്മളിത് ഇതുവഴി കയറിയിരിക്കുകയാണ്. നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി ഒത്തിരി ദൂരമൊന്നുമില്ല. കടലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? ഇറങ്ങി. ദേ ഇതും ഹോട്ടലാണ്. ഇതും ഹോട്ടലാണ്, റൂം സ്റ്റേ. ആര്? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കൊണ്ട് തലയിലെ ചിത്രശലഭം ചിത്രശലഭം കണ്ടോളൂ. മതിയാ കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ കിടന്നുള്ള അറുമാദിക്കലാണ് മൊത്തം. ഇത് നമ്മൾ ബീച്ച് പിന്നെ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ബീച്ചിൻ്റെ വീഡിയോ കൂടുതലൊന്നും ഇടുന്നില്ല. വരുമെന്ന് പറഞ്ഞ് വേണ്ടെന്നും പറഞ്ഞു വെച്ചു. ഒരു കടി പ്രതീക്ഷിക്കുന്നു. കടല തിന്നാതെ അതിൻ്റെ വെജിറ്റബിൾസ് മാത്രം സൂപ്പർ എന്ന് പറഞ്ഞ ആദ്യത്തെ മനുഷ്യൻ. അപ്പോൾ ബീച്ചിലേക്ക് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഫുഡ് അടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അണ്ണനും പിന്നെ നമ്മളോട് ജോയിൻ ചെയ്ത് പിന്നെ കുറച്ച് സമയം നമ്മൾ ബീച്ചിലൂടെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് നടന്നു. ഇവിടെയാണ് നമ്മൾ സ്കൂബ ഡൈവിങ്, പാരാസെയിലിങ്ങിൻ്റെ ആക്ടിവിറ്റിയൊക്കെ നടക്കുന്നത്. കുറച്ച് നേരം നമ്മൾ അതങ്ങനെ നോക്കി നിന്നൊക്കെ ഉണ്ടോ. അതിൻ്റെ ബോട്ടുകളാണ് കിടക്കുന്നത്, സ്പീഡ് ബോട്ട് എല്ലാം ഉണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടുകളാണേ. സ്പീഡ് ബോട്ടിൻ്റെ ആൾക്കാർ കയറുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാണെന്നറിയില്ല, നല്ല റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ചെയ്യും. എനിക്ക് പാരാസെയിലിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ ചെയ്യാൻ പ്രത്യേക ഒരു ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴൊന്നും അറിയത്തില്ല, നടക്കും. പക്ഷേ ഞാൻ ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ. ഈ കാണുന്നത് നമ്മുടെ ഇടക്കല്ലാണ്. ഇത് കണ്ടോ, അടിപൊളി സ്ഥലമാണ്. രണ്ട് കടലിൻ്റെയും ഇടയ്ക്കായിട്ട് വരുന്ന ചെറിയ പാറയൊക്കെ ആയിട്ട് കുറച്ച് കാടുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. അടിപൊളിയാണ് കേട്ടോ ഇത് കാണാൻ. ഞങ്ങൾ പക്ഷെ അങ്ങോട്ട് കയറിയില്ല. അടിപൊളിയാണ്, നല്ല രസമാണ്. കുഞ്ഞ് കാട് പോലെയൊക്കെ സെറ്റ് ചെയ്ത് നിറയെ വലിയ വലിയ പാറകളൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലം. നമ്മൾ എടക്കല്ല് എന്നാണ് പറഞ്ഞത്. കാരണം രണ്ട് കല്ലിനുമല്ല, രണ്ട് ബീച്ചിനും ഇടയിലായിട്ടുള്ള ഒരു സ്ഥലം എടക്കല്ല്. ഇവിടെ നിന്ന് നമുക്ക് ഈവനിങ് സമയത്ത് സൂര്യാസ്തമയമൊക്കെ കാണാൻ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എടക്കല്ല്. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കയറിയില്ല. കയറി കഴിഞ്ഞാൽ വീണ്ടും ലേറ്റ് ആവും. ഇപ്പോൾ തന്നെ കുറച്ച് സമയം ലേറ്റായി, നല്ല ലേറ്റായി. കണ്ടോ, നല്ല രസമാണ്. ഇവിടെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് ബീച്ച് കാണാൻ. ഇവിടെ കോവളം ട്രിപ്പിൻ്റെ ബോർഡൊക്കെ ഇരിപ്പുണ്ട്.
കണ്ടോ നല്ല ഭംഗിയുണ്ട്. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു. അപ്പോഴേക്കും തന്നെ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടേ. മായ്ക്കോ നോക്കാം നമുക്ക്. ഇവിടെ എഴുതിക്കാം ലാ ഉമ്മ. ഉമ്മയാണേ. ആ കാ ആ നമുക്ക് മായ്ക്കോ ഒന്ന് പരീക്ഷ നോക്കാം. ചില റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കടലമ്മ വന്ന് മാച്ചിട്ട് പോകും. അതായത് തിര വന്ന് മായ്ക്കോ നോക്കാം. കരിമീനല്ലേ മാന്യനായ പട്ടി ഒരു വെള്ളപ്പട്ടിയാവും അത് കുളച്ചാടണം. അപ്പൊ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ. ഇപ്പോൾ കറക്റ്റ് ടൈം ഒരു 6:45. നമ്മൾ ഈവനിങ് വ്ളോഗ് എന്നല്ലേ പറഞ്ഞ് 6:45 7 മണിയായാൽ പിന്നെ നൈറ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ അങ്ങ് അടിച്ചു പൊട്ടിച്ചേക്കണം. അടിച്ചൊന്നും പൊട്ടിക്കേണ്ട. നിങ്ങൾ പറ്റുന്ന രീതിയിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കട്ട സപ്പോർട്ട് തരിക ഇപ്പോൾ തരുന്നത് പോലെ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, നിർത്തട്ടെ. പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതിലേക്ക് ടാറ്റാ, ബൈ.